നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശുഭദിനം ആശംസിക്കുന്നു. ഇനിയുള്ള പ്രഭാതങ്ങൾ ചൂടുള്ള വാർത്തകളുടേതാണ്. ഇലക്ഷൻ ചൂടിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നു. കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു മുന്നണികൾ. മറുവശത്ത് രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ശക്തമായുണ്ട്. അതൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. ഒപ്പം രാജ്യം ഇന്ന് ധന്യ നിമിഷത്തിനായി ആണ് സാക്ഷ്യം വഹിക്കുക. അയോധ്യയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ മഹോത്സവമാണ്. രാമക്ഷേത്രത്തിലെ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ലോക ആരാധ്യയായ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. വാർത്തയിലേക്ക്, വിശേഷങ്ങളിലേക്ക് സമഗ്രമായി വരാം. ആദ്യം തലക്കെട്ടുകൾ. മാരത്തൺ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. ഖർഗെയുടെ വസതിയിലെ ചർച്ച നീണ്ടത് പുലർച്ചെ 2:30 വരെ. എംപിമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന് തീരുമാനം. പെരുമ്പാവൂർ ഉൾപ്പെടെ 5 സീറ്റുകളിലെ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. കുമ്മനം രാജശേഖരനും ആശാനാഥും മത്സരിച്ചേക്കും. ധർമ്മടത്ത് പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് വിടില്ല. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ. ഭക്തിസാന്ദ്രമായ അയോധ്യ. ശ്രീരാമക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സാക്ഷിയാകാൻ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയും. ഇന്നലെ സരയൂ തീരത്തെ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്ത് അമ്മ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി വരുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം. സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ആക്രമണം നടത്തി ഇറാൻ. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റ് ആക്രമിച്ചു. തീപിടുത്തം നിയന്ത്രണ വിധേയം. അബുദാബിയിലും ഇന്ധന കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തന്നെയാണ്. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 5 സീറ്റുകൾ ഒഴിച്ച് 35 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കൾ ഡൽഹിയിൽ നിന്നും സംസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ രജിത്തുണ്ട്. രജിത്ത്, ഇന്നലെ കൊടുമ്പിരി കൊണ്ട ചർച്ചയായിരുന്നു ഡൽഹിയിൽ. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വളരെ വൈകിയും ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ തർക്കങ്ങളൊക്കെ ഉടലെടുത്തു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം എത്തിയിരിക്കുന്നു. കെ സുധാകരൻ വഴങ്ങിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, കഴിഞ്ഞ ഏതാനും ദിവസമായി ഡൽഹിയിൽ തുടരുന്ന മാരത്തോൺ ചർച്ചയാണ് കോൺഗ്രസിന്റെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെയും രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും തുടർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് അവസാന വട്ട ചർച്ച നടന്നത്. അത് 2:30 വരെ നീളുകയും ചെയ്തിരുന്നു. നേതാക്കളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രിയും അതുപോലെ തന്നെ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവർ പുലർച്ചയോടുകൂടിയാണ് യോഗം പൂർത്തീകരിച്ച് മടങ്ങുകയും ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടും പോണ്ടിച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ചർച്ചകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച പുലർച്ചെ വരെ നീണ്ടുപോയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. എന്തുതന്നെയായാലും നിരവധി തവണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും അതുപോലെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതായി പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് 5 സീറ്റ് ഒഴിച്ച് ബാക്കി തർക്കം നിലനിൽക്കുന്ന 5 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും ഇന്ന് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഈ 5 സീറ്റുകളുടെ കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസിന്റെ എല്ലാ സീറ്റുകളുടെയും പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എംപിമാർ മത്സര രംഗത്തേക്ക് എത്തേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും അതേ ഉറപ്പിൽ തന്നെ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ അനുനയിപ്പിക്കാൻ രണ്ടുപേരാണ് പ്രധാനമായും മത്സര രംഗത്തേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നിലുള്ളത്. അത് കെ സുധാകരനും അതുപോലെ തന്നെ അടൂർ പ്രകാശുമാണ്. ഇവരെ രണ്ടുപേരെയും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെയും അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. വിവിധ തലങ്ങളിൽ ഇന്നലെ കെ സുധാകരൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടന്നിരുന്നു. വിവിധ നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള വിവിധ നേതാക്കൾ കെ സുധാകരനെ നേരിട്ടെത്തി കണ്ടു. ആദ്യഘട്ടങ്ങളിലൊക്കെ വഴങ്ങാതിരുന്ന അദ്ദേഹം പിന്നീട് വഴങ്ങിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തുതന്നെയായാലും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ 5 സീറ്റുകൾ നിലവിൽ കണ്ണൂരും ഒപ്പം തന്നെ അടൂരും ഉൾപ്പെടെയുള്ള 5 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. ആ സീറ്റുകളിൽ ഹൈക്കമാൻഡ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അക്കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിന്റെ തന്നെയാണ് എന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേതാക്കൾ എല്ലാവരും തന്നെ സംസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് സജീവമാകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അവർ തിരിച്ചിട്ടുള്ളത്. ഇന്ന് എന്ത് തന്നെയായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, 2ാം ഘട്ട അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുകയും ചെയ്യും. ശരി, എന്തായാലും എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോഴും കെ സുധാകരന് ഇളവ് ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കോൺഗ്രസ് പട്ടികയിൽ ഒരു തർക്കവുമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. 95 സ്ഥാനാർത്ഥികളെയും 2 ദിവസം കൊണ്ട് തീരുമാനിച്ചെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതികരണങ്ങൾ: കോൺഗ്രസിന്റെ 95 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുണ്ട്. 95 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുണ്ടോ? നിങ്ങളിതൊക്കെ ഒന്ന് പറയണം. കാരണം വാർത്തകൾ തന്നെ വേറെയാണ്, ഭയങ്കരമായിട്ട് വൈകുന്നു, മറ്റതാണെന്നുള്ള. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ വൈകിച്ചാണ്. കാരണം CPM-ൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളും ചില കാര്യങ്ങളും വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ തളിപ്പറമ്പിലൊക്കെ എന്ത് ചെയ്തേനെ? ഞങ്ങൾ ഒരു ദിവസം വൈകിയപ്പോഴാണ് തളിപ്പറമ്പിലൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഞങ്ങൾ അതിനും കൂടി വേണ്ടി കാത്തിരുന്നു. പിന്നെ ഇന്ന് ഇത്രയും വൈകിയത് എന്താ? അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, തമിഴ്നാട്ടിൽ നടക്കുകയാണ്, പോണ്ടിച്ചേരിയിൽ നടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കേരളത്തിൻ്റെ ചർച്ചയല്ലേ നടക്കണം. കേരളത്തിൻ്റെ ചർച്ച ആകെ നടന്നത് 2.5 3.25 മണിക്കൂറാണ് നടന്നത്. ഒരു പൊട്ടിത്തെറിയും കോൺഗ്രസിൽ ഉണ്ടാവുന്നത്. എന്തിനാ പൊട്ടിത്തെറി? എന്തിനാ? ഇന്നത്തെ കാര്യത്തിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ചിലരൊക്കെ അവരുടെ ഒരു വിഷമമൊക്കെ പറയുമായിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. വിശദമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും വിശദമായ ചർച്ച നടത്തി. ചുരുങ്ങിയ സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 4-5 സീറ്റുകളിൽ ചർച്ചകൾ പൂർത്തീകരിച്ചു. തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ആ തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കരുത്തു പകരുന്ന തീരുമാനമാണ്. നല്ല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിച്ചു. തീരുമാനങ്ങൾ AICCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം പ്രഖ്യാപനം നാളെ ഉണ്ടാവും. സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും പ്രതികരണങ്ങളൊക്കെയാണ് കണ്ടത്. കൊച്ചി ഉൾപ്പെടെ മധ്യകേരളത്തിലെ പ്രധാന സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാവിലെ ഉണ്ടാകും. കൊച്ചിയിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നിറങ്ങും. ചർച്ചകൾ പൂർത്തിയാക്കി പ്രതിപക്ഷ നേതാവ് രാവിലെ കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാവിലെ പ്രതിപക്ഷ നേതാവ് ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കൊച്ചിയിലെത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ നടന്ന ചർച്ചയിൽ മുഹമ്മദ് ഷിയാസ് ഒപ്പം ദീപ്തി മേരി വർഗീസിന്റെ ഒക്കെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിലൊരു ചെറിയ രീതിയിലൊക്കെ തർക്കം നടന്നു എന്ന വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഇടുക്കിയിലും കൊച്ചിയിലും ഒക്കെ ഉള്ള സീറ്റ് വിഭജനത്തിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ എന്നതാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ പരിഹാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ പട്ടിക പുറത്തു വരുമെന്നതാണ് സൂചന. അശ്വതി, ഒരു ഇടവേളയ്ക്ക്, അതായത് നേരത്തെ കോൺഗ്രസിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമായിരുന്നെങ്കിൽ ഇത്തവണ നേതാക്കൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട യുവ നേതാക്കൾക്ക് വേണ്ടി സ്വീറ്റ് പിടിക്കാൻ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും എന്തിനാണ് ഇത്രയും അധികം വൈകിക്കൽ? പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് പറയുന്നത് താൻ ഒരു നേതാവും പോക്കറ്റിൽ സ്ഥാനാർത്ഥി പട്ടികയുമായല്ല നടക്കുന്നത്, കോൺഗ്രസ് ആണ്, ജനാധിപത്യ രീതിയിൽ തന്നെ ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തിനാണ്
ആ ഒരു ധാരണ അങ്ങനെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾക്ക് അപ്പുറത്തേക്ക് ചില പേരുകൾ ഉയർന്നു വന്നു, ചില തർക്കങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് എത്ര നേതാക്കൾ നിഷേധിച്ചാലും അത് ഉള്ള കാര്യം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ നീണ്ടുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി അടക്കമുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാമെന്നുള്ളതായിരുന്നു പ്രതീക്ഷയെങ്കിലും അതൊക്കെ തന്നെ നീണ്ടുപോയിരുന്നു. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണ് വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കുന്നപ്പള്ളി ഡൽഹിയിൽ തുടരുന്നു. സ്വാഭാവികമായും ആ ചർച്ചകൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതൊരുപക്ഷെ വൈകിയായിരിക്കും ആ മണ്ഡലത്തിലെ അടക്കം സ്ഥാനാർത്ഥികൾ വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലേക്ക് വന്നാൽ മുഹമ്മദ് ഷിയാസിന് വേണ്ടി VD സതീശൻ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലപാട് ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി ദീപ്തി മേരി വർഗീസിന് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. നിലവിൽ തൃപ്പൂണിത്തറയിൽ ഏതായാലും ദീപക് ജോയി എത്താനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നത്. പുലർച്ചെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. 8:30യോടുകൂടി പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹത്തിന് വരാപ്പുഴയിൽ നിന്ന് പറവൂരിലേക്ക് വലിയ റോഡ് ഷോ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയും സമാനമായ രീതിയിൽ തന്നെ റോഡ് ഷോ ക്രമീകരിച്ചിരുന്നു. പിന്നീട് അത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പ്രഖ്യാപനം വരുമെന്നാണ്. 11 മണിയോടുകൂടി തന്നെ ഒരുപക്ഷെ ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി തന്നെ കൊച്ചിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പെരുമ്പാവൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് കൊച്ചിയെ സംബന്ധിച്ച് KJ മാക്സി 2 തവണയായി കൊച്ചി ഇടതുപക്ഷത്തെ നിലനിർത്തുന്ന മണ്ഡലമാണ്. ഷിയാസ് വരുന്നതോടുകൂടി തന്നെ ഒരുപക്ഷെ ഡൊമിനിക് പ്രസന്റേഷന് ശേഷം പിന്നീട് കോൺഗ്രസിന്റെ ഒരു MLA കൊച്ചിയിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. അശ്വതി. ശരി പ്രശാന്ത്, അതുതന്നെയാണ്. എന്തായാലും കൊച്ചി ഉൾപ്പെടെ മധ്യകാലത്തിലെ പ്രധാന സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാവിലെ 11 മണിയോടുകൂടി ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന സൂചനയും പുറത്തു വരുന്നു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. ഇനി BJPയുടെ കാര്യം അറിയേണ്ടതുണ്ട്. രജിത്ത് തുടരുന്നുണ്ട്. രജിത്ത്, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJPയുടെ ഇന്ന് പുറത്തു വരും. കുമ്മനം രാജശേഖരന്റെ പേര് എടുത്തു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം സെൻട്രലിലാണ് മത്സരിക്കുക എന്നതാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? BJPയുടെ രണ്ടാം ഘട്ട പട്ടികയാണ് ഇന്ന് പുറത്തു വരാൻ സാധ്യതയുള്ളത്. ഇന്ന് തന്നെ അതിൽ തീരുമാനമുണ്ടാകും. ഇന്നലെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഡൽഹിയിലെത്തി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ള ലിസ്റ്റ് കാര്യമായി തന്നെ കേന്ദ്ര നേതൃത്വം പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് തീരുമാനമുള്ളതും. ആ സമയത്താണ് പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയും പ്രമുഖരെ മത്സരിപ്പിക്കാൻ തന്നെയാണ് നേരത്തെ മുതൽ തന്നെ കേന്ദ്ര നേതൃത്വം നൽകുന്ന നിർദ്ദേശം. ആ നിർദ്ദേശപ്രകാരം പല സ്ഥലങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ പ്രമുഖ നേതാക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതിനെതിരെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ വലിയ അസംതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലിപ്പോൾ പ്രധാനപ്പെട്ട സീറ്റുകൾ എന്ന് എടുത്തു പറയുന്ന തിരുവനന്തപുരം സെൻട്രലിലടക്കം കുമ്മനം രാജശേഖരന്റെ പേരുകൾ അടക്കം ആണ് ഇപ്പോൾ വളരെ കൂടുതലായി കേൾക്കുന്നത്. അത് പ്രധാനമായും തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയും. ഒപ്പം തന്നെ സീറ്റ് നേടാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രമുഖരായിട്ടുള്ള ആളുകളെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. കുമ്മനം രാജശേഖരന്റെ പേര് തന്നെയാണ് അവിടെ വളരെ സജീവമായി തന്നെ പരിഗണിക്കുന്നത് എന്നതാണ്. എന്നാൽ ആദ്യഘട്ടത്തിലെ പട്ടികയിൽ വലിയ ഭിന്നതയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. ഒരു പറ്റം നേതാക്കൾ പ്രധാനമായ നേതാക്കളെ തഴഞ്ഞു എന്നൊരു ആരോപണമാണ് ഉള്ളത്. അതിൽ PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ചെങ്ങന്നൂരിൽ മത്സര രംഗത്തുണ്ടാകുമെന്ന ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പേരുകളൊന്നും തന്നെ പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെയാണ് തൃശൂരിൽ MT രമേശ് മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ MT രമേശിനും സീറ്റ് അവിടെ നിഷേധിക്കുകയായിരുന്നു. പത്മജ വേണുഗോപാലിനാണ് അവിടെ സീറ്റിൽ നൽകുകയും ചെയ്തത്. അതിൽ തുടർന്ന് അദ്ദേഹം മറ്റെങ്ങും തന്നെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന
കാര്യം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഒരു പക്ഷേ പാർട്ടി നിർദ്ദേശം വരികയാണെങ്കിൽ MT രമേശ് തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. എന്തുതന്നെയായാലും കൊടുങ്ങല്ലൂരിലടക്കം വിവിധ മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ പലർക്കും നീരസങ്ങളുണ്ട്. B ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ നേരത്തെ തന്നെ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ആ അദ്ദേഹത്തിന്റെയും സീറ്റ് മാറ്റി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ അടക്കമുള്ള സീറ്റുകൾ അദ്ദേഹത്തിന് നൽകാമെന്ന ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ തിരുവനന്തപുരം സെൻട്രലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തന്നെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അവിടെ ഒരു പക്ഷേ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ നേരത്തെ അവിടെ പരിഗണിച്ചിരുന്നത് കരമന ജയന്റെ പേരുകളുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേരുകളുടെ ലിസ്റ്റുകളാണ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം വളരെ വിശദമായി തന്നെ ഈ ലിസ്റ്റുകൾ പരിശോധനയ്ക്ക് ശേഷം പ്രമുഖ നേതാക്കളെ മത്സരിപ്പിച്ചുകൊണ്ട് വോട്ട് സ്വാധീനം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ ജയം നേടുക, ഈ 2 ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ലിസ്റ്റുകളായിരിക്കും 2ാം ഘട്ടത്തിൽ ഉണ്ടാവുക. അതിൽ പ്രമുഖ നേതാക്കളുടെ പേരുകളൊക്കെ ഉണ്ടാകും. ശരി, അതുതന്നെയാണ്. എന്തായാലും കോൺഗ്രസിലെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് KK പ്രശാന്തും രജിത്തും നൽകിയത്. ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11-ന് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് അദ്ദേഹം പത്രിക നൽകുക. തുടർച്ചയായ 3ാം തവണയാണ് പിണറായി ധർമ്മടത്ത് മത്സരിക്കുന്നത്. പത്തനാപുരത്തെ ഗാന്ധിഭവൻ അധികൃതരാണ് മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയാകും പിണറായി വിജയൻ. സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് നേതൃത്വവുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തുടരും. പാണക്കാട്ടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. അതൃപ്തിയിലായിരുന്ന രണ്ടത്താണിയെ ഇടതുപക്ഷത്തെത്തിക്കാൻ CPM നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ഇന്നലെ നടന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി CPMലേക്ക് പോകും, അവിടെ മത്സരിക്കും എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ലീഗിൽ തുടരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്ച്വലി തീർച്ചയായും അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തുടരുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു സമ്മർദ്ദതന്ത്രം എന്നുള്ള നിലയ്ക്കായിരുന്നു നേരത്തെ CPM നേതാക്കളുമായ ചർച്ചകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ലീഗ് നേതൃത്വം ഇതിന് വഴങ്ങാൻ തയ്യാറായില്ല. വൈകുന്നേരത്തോടുകൂടി ലീഗിൽ നിന്ന് അണികളിൽ നിന്നും പ്രാദേശികമായും എല്ലാം സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് നേതൃത്വവുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത്. അതൃപ്തിയിലായിരുന്ന രണ്ടത്താണിയെ ഇടതുപക്ഷ നേതാക്കൾ CPMലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വലിയ തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. CPMന് വേണ്ടി രണ്ടത്താണി മത്സരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിൽ രണ്ടത്താണി തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അയോധ്യയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ മഹോത്സവം. രാമക്ഷേത്രത്തിലെ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കൊല്ലം അമൃതപുരിയിൽ നിന്നും പ്രത്യേക ട്രെയിനിൽ രാമജന്മഭൂമിയിലെത്തിയ അമ്മയും ഭക്തരും ഇന്നലെ സരയൂ നദീതീരത്ത് പ്രത്യേക ധ്യാനവും ഭജനയും നടത്തിയിരുന്നു. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ധന്യ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. അയോധ്യയിൽ രാമജന്മഭൂമി ഒരു പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ നിറവിലാണുള്ളത്. ഇന്ന് ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. അതിനുവേണ്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു 11 മണിയോടുകൂടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തിയിരുന്നു. ഇവിടെയും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അമ്മയും ഭക്തരും ഈ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ചടങ്ങുകൾ പരിശോധിക്കുമ്പോൾ 11 മണിയോടുകൂടി തന്നെയാണ് ആ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രത്യേക പൂജകൾ നടക്കും. 51 ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം 11:55 മുഹൂർത്തത്തിനായിരിക്കും ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് നിലവിൽ ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. ആ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം വിശിഷ്ടാതിഥിയായി അമ്മയും പങ്കെടുക്കും. കൂടാതെ ഈ
51 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് കാശിയിലെ ആചാര്യനായിട്ടുള്ള ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡാണ് കാർമ്മികത്വം വഹിക്കുക. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ 51 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളുടെ പരിസമാപ്തിയിലായിരിക്കും ശ്രീരാമയന്ത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. കൂടാതെ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള 400ഓളം നിർമ്മാണ തൊഴിലാളികളെ ഈ ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരിട്ട് ആദരിക്കും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് നടക്കാനുള്ളത് കേന്ദ്ര സംസ്കൃതം സർവകലാശാല സമ്മാനിച്ച 400 വർഷം പഴക്കമുള്ള വാൽമീകി രാമായണത്തിന്റെ കയ്യെഴുത്തു പ്രതി പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇന്ന് നടക്കാനുള്ളത്. അതിനുവേണ്ടി അയോധ്യ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. എല്ലാവിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോഴുള്ളത് അയോധ്യയിലെ ലതാ മങ്കേഷ്കർ ചൗക്കിലാണ്. ഇവിടെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് കടക്കുന്ന കവാടത്തിന് തൊട്ടു മുൻപുള്ള ശ്രീരാമക്ഷേത്രത്തിന്റെ കവാടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലതാ മങ്കേഷ്കർ ചൗക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും എല്ലാവിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 11 മണിയോട് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിന് വേണ്ടി എത്തും. അമ്മയുൾപ്പെടെ ഭാരതത്തിന്റെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിലുണ്ടാകും. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കൂടാതെ കാശിയിലെ ആചാര്യനായിട്ടുള്ള ഗണേശ ശാസ്ത്രി ദ്രാവിഡ്, കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, RSS സർക്കാരുവ ദത്താത്രേയ ഒസബളെ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 7000ഓളം അതിഥികൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തും. അത്തരത്തിലൊരു ആത്മീയ ചടങ്ങ്, പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് അയോധ്യ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ നമുക്കറിയാം 2024 ജനുവരിയിലായിരുന്നു അയോധ്യയിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. അതിനുശേഷം ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രത്തിന്റെ 1ാം നിലയിൽ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്. പിന്നീട് ക്ഷേത്രത്തിന്റെ 1ാം നിലയിൽ രാം ദർബാർ, അതായത് സീതാസമേതനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമ യന്ത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യമുണ്ടാകും. ഒപ്പം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ രാജ്യത്തെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ വിശിഷ്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. അമ്മ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക. ശേഷം പൊതുപരിപാടിയുണ്ട്. അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അമ്മയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. 11 മണിയോടുകൂടിയായിരിക്കും രാഷ്ട്രപതി എത്തുക. നിലവിൽ ലഭിച്ച അറിയിപ്പുകൾ പ്രകാരം 11:55 ആയിരിക്കും, ആ ശുഭമുഹൂർത്തത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഈ ചടങ്ങുകൾക്ക് വേണ്ടി 2 ദിവസം മുൻപേ തന്നെ അമ്മയും ഭക്തരും മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്ന് പ്രത്യേക ട്രെയിനിലാണ് ശ്രീരാമ ജന്മഭൂമിയിലെത്തിയത്. കഴിഞ്ഞ ദിവസം രാംലല്ലയുടെ ദർശനം നടത്തി. ഇവിടെ ബിർള മന്ദിർ മുതൽ ശ്രീരാമക്ഷേത്രം വരെയും പ്രത്യേക ഭജനയോടുകൂടിയായിരുന്നു അമ്മയും ഭക്തരും രാംലല്ലയുടെ ദർശനം നടത്തിയത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് സരയൂ തീരത്ത് അമ്മയുടെ നേതൃത്വത്തിൽ പ്രത്യേക സത്സംഗം നടന്നു. അവിടെ ധ്യാനവും ഭജനയും നടന്നു. അതിലും ആയിരക്കണക്കിന് ഭക്തരും അയോധ്യ നിവാസികളും പങ്കെടുത്തു. അത്തരത്തിൽ അമൃത പുണ്യം ഇവിടെ രാമജന്മഭൂമിയിൽ നുകരുകയാണ്. ഇന്ന് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ, ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉണ്ടാകും. കൂടാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ, RSS സർക്കാരുവ ദത്താത്രേയ ഒസബളെ, കൂടാതെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള 400ഓളം തൊഴിലാളികളും ഈ ശുഭചടങ്ങിന് പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അശ്വതി. ശരി ജിഷ്ണു, എന്തായാലും ധന്യ നിമിഷത്തിനാണ് ലോകം കാത്തിരിക്കുന്നത്. അയോധ്യയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ മഹോത്സവമാണ്. രാമക്ഷേത്രത്തിലെ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.
കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും കോടതി നടത്തിയിട്ടുണ്ട്. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങൾ നൽകാൻ കൊല്ലത്തു നിന്നും സുധീഷുണ്ട്. സുധീഷ്, പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നത് പരമാവധി ശിക്ഷ നൽകണം എന്നത് തന്നെയാണ്. തീർച്ചയായും പ്രോസിക്യൂഷന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി ഈ ശിക്ഷാവിധികളിലൊക്കെ കടക്കുന്നതിന് മുൻപ് പ്രതി കുറ്റക്കാരനെന്ന് സന്ദീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നത്. അഡീഷണൽ സെക്ഷൻസ് ജഡ്ജ് എൻ വിനോദാണ് ഈ കേസിൽ നിർണായക വിധി പറയുക. ഏതായാലും കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു സർജൻ ഒരു സ്റ്റുഡൻ്റായ വിദ്യാർത്ഥിനിയായിരുന്നു ഈ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗത്തിൽ ജോലി നോക്കിയിരുന്ന സമയത്ത് തന്നെയാണ് ഈ വിനോദിനെ പോലീസ് അവിടെ എത്തിക്കുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായ ഒരു അക്രമ സംഭവങ്ങളെ തുടർന്നാണ് ഈ സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ഈ കേസ് നിർണായകമായ പല ഘട്ടങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ സന്ദീപിനെതിരെ പ്രതിഭാഗം വാദിച്ചത് സന്ദീപ് മാനസിക രോഗിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. ഏതായാലും സന്ദീപ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി. തുടർന്നാണ് ഈ കേസിൽ നിർണായക വിധി ഇന്നുണ്ടാവുക. ഏതായാലും സന്ദീപിനെതിരെ മാനസിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരത്തിക്കൊണ്ട് പ്രതിഭാഗം സന്ദീപ് കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കൃത്യമായ വാദഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും സന്ദീപ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം മാനസിക പ്രശ്നമുള്ള ആൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ചില നീക്കങ്ങളും നടത്തിയിരുന്നു. ഈ റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സാഹചര്യത്തിലൊക്കെ ഇയാൾ ജയിലിലെ ലൈബ്രറിയിൽ നിന്നും വാങ്ങിച്ച പുസ്തകങ്ങൾ, സൈക്കാട്രിക് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അതിലെങ്ങനെയാണ് ഒരു മാനസിക രോഗി പെരുമാറേണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഒക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കും പ്രതി എത്തിയിരുന്നു. ഏതായാലും ഇതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതായത് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, വിദ്യാസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ, മദ്യലഹരിയിലായിരുന്നെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഈ കുറ്റകൃത്യം അതിന് പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിധിന്യായത്തിലേക്കായിരിക്കും കോടതി ഇന്ന് ഏതായാലും കടക്കുക. ഏതായാലും ഈ വിധി കേൾക്കാൻ ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളും എത്തും. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ കൃത്യമായ എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ടായിരിക്കും ഇവരൊക്കെ തന്നെ ഇന്ന് വിധി കേൾക്കാൻ എത്തുക. ഏതായാലും കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സന്ദീപിന് ഇന്ന് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുക, അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു സംഭവത്തിന് മാതൃകാപരമായ ശിക്ഷ വിധിക്കണം എന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രതിക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ ഒരേ ഒരു മകളെ ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് മാതാപിതാക്കളും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ നിർണായക കേസിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയ ഈ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ, കൊലപാതക കേസിൽ ഇന്ന് പ്രതി സന്ദീപിന് കോടതി ശിക്ഷ വിധിക്കും. ശരി സുധീഷ്, എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്. ഇനി യുദ്ധത്തിന്റെ അപ്ഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം തുടരുകയാണ് ഇറാന്. ഗൾഫ് മേഖലയിലെ ഊർജ്ജ സ്രോതസ്സുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായത്. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റ് ആക്രമിച്ചിരിക്കുന്നു. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിലും ഇന്ധന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. ഷുബ്ഹാൻ ബാബ് ഇന്ധന കേന്ദ്രങ്ങൾ അബുദാബി അടച്ചു. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. തലസ്ഥാനമായ റിയാദ്, അൽ ഖർഷ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന മേഖലകളിലെയും ലക്ഷ്യം വെച്ചെത്തിയ ശത്രു നീക്കങ്ങളെയാണ് വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ നിലംപരിശാക്കിയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 2ാം സ്ഥാനവും ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ 1ാം സ്ഥാനവും BJPയുടെ ഉറച്ച കോട്ടയായി വട്ടിയൂർക്കാവിനെ മാറ്റിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇടതു വലതു മുന്നണികളെ ഭയപ്പെടുത്തുന്നത്. ഏറ്റവും അധികം ശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഇതിനോടകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. 3 മുന്നണികളും കരുത്തരെ തന്നെയാണ് ഇത്തവണ കളത്തിലിറക്കുന്നത്. മണ്ഡലവുമായി അത്രയേറെ ആത്മബന്ധമുള്ള
VK പ്രശാന്തിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് CPM-ന്. അതേസമയം ലീഡറുടെ മകനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. എന്നാൽ BJP ആകട്ടെ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ സാക്ഷാൽ മുൻ DGP R ശ്രീലേഖയിലൂടെ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ്. 2011 മണ്ഡലം രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു വട്ടിയൂർക്കാവ്. 2011-ലും 2016-ലും K മുരളീധരനെ ചേർത്ത് നിർത്തിയ മണ്ഡലം 2019-ലെ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിലൂടെയാണ് ഇടത്തേക്ക് ചാഞ്ഞത്. 7 വർഷമായി സിറ്റിംഗ് MLA VK പ്രശാന്താണ്. 2011-ൽ LDF-ലെ ചെറിയാൻ ഫിലിപ്പിനെയാണ് K മുരളീധരൻ പരാജയപ്പെടുത്തിയതെങ്കിൽ 2016-ൽ മുരളീധരന് തോൽപ്പിക്കേണ്ടി വന്നത് BJP-യുടെ കുമ്മനം രാജശേഖരനെയായിരുന്നു. അപ്പോഴേക്കും BJP-യുടെ വളർച്ച വട്ടിയൂർക്കാവിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. 2019-ൽ മുരളീധരൻ ലോക്സഭയിൽ മത്സരിക്കാൻ പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇടതുമുന്നണിക്ക് നിർണായകമായത്. മേയറായിരുന്ന VK പ്രശാന്തിനെ കളത്തിലിറക്കി മണ്ഡലം പിടിച്ചെടുത്തു. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച VK പ്രശാന്തിന് പക്ഷെ 2021-ലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും BJP-യാണ് തോൽപ്പിക്കേണ്ടി വന്നത്. VV രാജേഷ് ആയിരുന്നു അപ്പോഴും 2ാം സ്ഥാനത്ത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 2497 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് NDAയ്ക്കുള്ളത്. BJP-ക്ക് അത്രയേറെ വേരോട്ടമുള്ള മണ്ഡലത്തിൽ R ശ്രീലേഖയുടെ വ്യക്തിപ്രഭാവത്തിലൂടെ അട്ടിമറി വിജയമാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. എന്നാൽ K മുരളീധരന്റെ ജനകീയതയ്ക്ക് മുന്നിൽ കോൺഗ്രസിന്റെ തട്ടകം തിരിച്ചുപിടിക്കാനാകുമെന്ന് UDF-ഉം കണക്കുകൂട്ടുന്നു. എത്ര കരുത്തന്മാർ വന്നാലും ഒടുവിൽ മണ്ഡലം VK പ്രശാന്തിനെ മൂന്നാമതും ചേർത്ത് നിർത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ നായർ സമുദായമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈഴവ ദളിത് വിഭാഗവും നിർണായകമാണ്. 25% ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളും വോട്ടിന്റെ ഗതിയെ തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ തരമില്ല. പുതുപ്പള്ളി എന്ന പേരിനെ സ്വന്തം പേരിന് പര്യായമായി കൊണ്ട് നടന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. 53 വർഷം പുതുപ്പള്ളിയുടെ MLA ആയിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ശേഷം മകൻ ചാണ്ടിയെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളി നിയമസഭയിലേക്ക് അയച്ചു. പുതുപ്പള്ളി നിലനിർത്തുക വലിയ പ്രയാസമുള്ള കാര്യമായി UDF കരുതുന്നില്ല. അതേസമയം ശക്തമായ പോരാട്ടത്തിനാണ് ഇടതുമുന്നണിയും ഇത്തവണയും ലക്ഷ്യമിടുന്നത്. 2023 ഉപതെരഞ്ഞെടുപ്പിൽ നിഷ്പ്രഭമായി എങ്കിലും സ്വന്തം വോട്ടുകൾ തിരികെ പിടിക്കാൻ BJP-യും രംഗത്തുണ്ട്. 1970 മുതൽ ഉമ്മൻചാണ്ടി തുടർച്ചയായി 12 തവണ നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന മണ്ഡലമാണ് പുതുപ്പള്ളി. 2023-ൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം മകൻ ചാണ്ടിയുമ്മൻ ഇവിടെ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തി. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയാണ് പുതുപ്പള്ളി മണ്ഡലം. 1970-ലാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും ഉമ്മൻചാണ്ടി നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത്. അന്നുണ്ടായത് അപ്രതീക്ഷിത വിജയമായിരുന്നെങ്കിൽ പിന്നീട് ഉമ്മൻചാണ്ടിയുടേതല്ലാതെ മറ്റൊരു പേരിനും പുതുപ്പള്ളിയിൽ വിജയസാധ്യത കൽപ്പിക്കപ്പെട്ടില്ല. 2021 തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ യുവ നേതാവ് ജെയ്ക്സി തോമസുമായുള്ള പോരാട്ടമായിരുന്നു 1970-ന് ശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം. 9044 വോട്ടുകൾക്ക് ഉമ്മൻചാണ്ടി വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞുപോയെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. ഇടതു തരംഗത്തിൽ ഉമ്മൻചാണ്ടിക്കും കാലിടറിയെന്നും വിമർശനമുയർന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി കൈവിട്ടില്ല എന്നത് UDF-ന് വലിയ ആശ്വാസം തന്നെയായി. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളടക്കം വിവിധ ക്രൈസ്തവ സഭകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ണാണ് പുതുപ്പള്ളിയിലേത്. സഭകൾക്ക് രാഷ്ട്രീയ ചായ്വുകളൊന്നും ഇല്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയങ്ങളിലടക്കം വിവിധ മണ്ഡലങ്ങളിൽ മുന്നണികൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രതിഫലനവും പുതുപ്പള്ളിയിൽ പലപ്പോഴും കാണാനായിട്ടുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ 2 പ്രധാന ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി പള്ളിയും മണർകാട് പള്ളിയും. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ മുന്നണികൾ പാലിക്കുന്ന സമദൂരം തന്നെയാണ് മുന്നണികളോട് ഇരു സമുദായങ്ങളും പുലർത്തുന്നത്. എന്നാൽ 2021-ൽ യാക്കോബായ വിഭാഗത്തിൻ്റെ പരോക്ഷ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ടായി. സംസ്ഥാനത്ത് സോളാർ കേസ് അടക്കം UDF-നെ പിടിച്ചുലച്ച വലിയ കോലാഹലങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 27,000-ൽ പരം വോട്ടുകൾ ലഭിച്ച ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 2021-ൽ 9,000-ലേക്ക് കുറഞ്ഞതിന് കാരണം യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഒഴുകിയതാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒഴുക്ക് തിരിച്ച് UDF-ന് അനുകൂലമാവുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9,000-ലേക്ക് കുറച്ച ജെയ്ക്സി തോമസിനെ 38,000-ഓളം വോട്ടുകൾക്കാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ പരാജയപ്പെടുത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ന് മികച്ച പിന്തുണയാണ് പുതുപ്പള്ളി മണ്ഡലം നൽകിയത്.
ഇത് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം അരനൂറ്റാണ്ടിലധികം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. UDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങളാവും മന്ത്രി VN വാസവന്റെ സ്വന്തം മണ്ഡലം കൂടിയായ പുതുപ്പള്ളിയിൽ ഇടതുപക്ഷം ശ്രമിക്കുക. 2023 ഉപതെരഞ്ഞെടുപ്പിലെ ഉമ്മൻചാണ്ടി തരംഗത്തിൽ കടപുഴകിയ BJP ഇത്തവണ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കാൻ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പുതുപ്പള്ളിയിൽ ഇപ്പോഴും ഒരു ഉമ്മൻചാണ്ടി തരംഗം നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് ഇതൊരു സുരക്ഷിത മണ്ഡലമാണെന്നുമാണ് UDF വിലയിരുത്തുന്നത്. അതേസമയം ശക്തമായ പോരാട്ടം ഇത്തവണയും ഉണ്ടാകുമെന്ന് LDFും സൂചന നൽകുന്നു. BJP ആരെ രംഗത്തിറക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കഴിഞ്ഞ തവണ കേവലം 38 വോട്ടുകളുടെ അവിശ്വസനീയമായ ഭൂരിപക്ഷത്തിൽ LDFിലെ നജീബ് കാന്തപുരം വിജയിച്ച മണ്ഡലമാണ് പെരിന്തൽമണ്ണ. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാടിലെ ജന്മസ്ഥലം ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം തീവ്ര ശ്രമം തുടരുമ്പോൾ വികസന മികവിൽ ജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. വള്ളുവനാടിന്റെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന മണ്ണാണ് പെരിന്തൽമണ്ണ. ഇന്ന് മലബാറിന്റെ മെഡിക്കൽ സിറ്റി എന്ന പേരിലാണ് പെരിന്തൽമണ്ണ നഗരം അറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലമായ ഏലംകുളം ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരുകളുള്ള മണ്ണാണ്. എന്നാൽ മുസ്ലിം ലീഗിനും ശക്തമായ അടിത്തറ പെരിന്തൽമണ്ണയിലുണ്ട്. കഴിഞ്ഞ തവണ കേവലം 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണത്തെ നാമമാത്ര ഭൂരിപക്ഷം ഇത്തവണ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലൂടെ വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് MLA നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി UDFിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. 2006 മാത്രമാണ് പെരിന്തൽമണ്ണ കൈവിട്ടു പോയത്. പെരിന്തൽമണ്ണ UDFിൻ്റെ ഒരു മണ്ഡലമാണ്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ഒരു ആവേശം എന്ന് പറയുന്നത് 7 തദ്ദേശ സ്ഥാപനങ്ങൾ, 6 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അടക്കം UDF ഭരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് യാതൊരു തരത്തിലുള്ള വകയില്ല. മാത്രമല്ല ഇത്തവണ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ജനവികാരം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൻറ്റി ഇൻകുംബൻസി ശക്തമായ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു കാറ്റ് UDFിന് അനുകൂലമായുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് മികച്ച വിജയം UDFിന് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. മണ്ഡലത്തിന്റെ വികസനം വാചക കസർത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. അടിസ്ഥാനപരമായി പെരിന്തൽമണ്ണയിൽ നടത്തേണ്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഗതാഗത മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ പ്രവർത്തനങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാനോ സർക്കാരിൻ്റെ വികസനത്തോടുള്ളൊരു സമീപനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനോ നിലവിലുള്ള MLA ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം വേറെ ഏതൊക്കെ മേഖലയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പുതിയ ചരിത്ര തെരഞ്ഞെടുപ്പാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലും അതിൻ്റെ ഒരു മാറ്റൊലി ഉണ്ടാവും. കഴിഞ്ഞ തവണ ഒരു നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ഈ മണ്ഡലം LDFിന് നഷ്ടപ്പെടുന്നത്. ഇത്തവണ തീർച്ചയായിട്ടും ആ മണ്ഡലം LDFിൻ്റെ കൂടെ നിൽക്കും. അത് തിരിച്ചു പിടിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കും. കേരളം ഇതുപോലെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ UDF കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും LDFിനെ അധികാരത്തിൽ നിന്ന് മാറ്റണം. അതിനുവേണ്ടി അവർ സാധ്യമായിട്ടുള്ള എല്ലാ ആളുകളുമായിട്ടും കൂട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തത്വദീക്ഷയും ഇല്ലാതെ, ഒരു നയവും ഇല്ലാതെ അവർ എല്ലാ ഗ്രൂപ്പുകളുമായിട്ടും സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരാവണമെന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് കേരളം ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. അത് വികസന രംഗത്താണെങ്കിലും ക്ഷേമരംഗത്താണെങ്കിലും ഒരുപാട് നൂതനമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യമാണ്. പെരിന്തൽമണ്ണയുടെ വികസനത്തിന് വേഗം കുറയ്ക്കുന്ന ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാൻ മാറി മാറി ഭരിച്ച ഇരു മുന്നണികൾക്കും ആയിട്ടില്ലെന്ന് BJPയും ആരോപിക്കുന്നു. പ്രാദേശിക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ശക്തമായ സമരമുഖത്താണ് BJP. അതായത് ഇവിടെ ശ്മശാനമില്ല, ആശുപത്രി കെട്ടിടത്തിൻ്റെ വികസനമില്ലായ്മ,
ഒരു മഴ പെയ്താൽ ഡ്രെയിനേജ് മുഴുവൻ വന്ന് റോഡ് കുളമാവുന്ന അവസ്ഥ. മേലാറ്റൂർ അവിടെ CHC സെൻ്റർ ഉണ്ട്. അവിടെ രോഗികൾക്ക് നിൽക്കാനും ഡോക്ടർമാർക്ക് നിൽക്കാനും സ്ഥലമില്ല. അതിന് താലൂക്ക് ആശുപത്രി ആക്കി കൊടുക്കാനാണ് ഇവിടുത്തെ MLA നജീബ് കാന്തപുരത്തിൻ്റെ മണ്ഡലത്തിനോടുള്ള വിവേചനം. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ശക്തമായ സമരത്തിലുള്ളത് NDA BJP ആണ്. കാരണം UDF മുമ്പ് വന്നപ്പം അതേ അവസ്ഥയായിരുന്നു, LDF വന്നപ്പോൾ അതേ അവസ്ഥയാണ്. അപ്പോൾ ഈ മാറ്റം ജനങ്ങളിൽ മൂടിച്ച് പറയുന്ന വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ 3 മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് BJP നടത്തുന്ന NDA നടത്തുന്ന പ്രചരണത്തിന് NDAയിലേക്ക് ധാരാളം ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ വികസനം വേണമെങ്കിൽ BJP വന്നേ തീരുള്ളൂ. BJPക്ക് മാത്രമേ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് BJP മേജർ സ്റ്റേറ്റുകൾ ഭരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി, യൂട്യൂബിൽ കൂടിയും ചാനലിൽ കൂടിയുള്ള വലിയ അറിവുകൾ അവർക്കുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി ഭരിക്കുന്ന നഗരസഭയും EMSന്റെ ജന്മനാടായ ഏലംകുളവും ഉൾപ്പെടെ ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കാനായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ സംസ്ഥാനത്താകെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം പെരിന്തൽമണ്ണയിലും ജനങ്ങൾ നൽകുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. വികസനത്തിന്റെ വേഗതയും രാഷ്ട്രീയത്തിന്റെ കരുനീക്കങ്ങളും ഒരുപോലെ സമന്വയിക്കുന്ന പെരിന്തൽമണ്ണ വരുന്ന തെരഞ്ഞെടുപ്പിലും കേരള രാഷ്ട്രീയത്തിലെ ഹോട്ട് സീറ്റായി തുടരാനാണ് സാധ്യത. അമൃത ന്യൂസ്, മലപ്പുറം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് 5 വർഷം MLA എന്ന രീതിയിൽ പ്രവർത്തിച്ചതെന്ന് KK രമ MLA പറയുന്നു. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി കടൽഭിത്തി കെട്ടുന്നതുൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും സംതൃപ്തി നൽകിയെന്ന് KK രമ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. റോഡ് ഷോയുമായി വട്ടിയൂർക്കാവിൽ പ്രചാരണം കൊഴുപ്പിച്ച് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് കേരളത്തിൽ UDFന്റെ ജയസാധ്യതയെ ഒട്ടും ബാധിക്കില്ല എന്നാണ് K മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞത്. പ്രചാരണം തുടങ്ങിയതിന് ശേഷം 2 ദിവസം പിന്നിട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? നല്ല ആവേശമുണ്ട്, ജനങ്ങൾക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ജംഗ്ഷനുകളുടെ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള റോഡ് ഷോ ആണ്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമല്ലേ വട്ടിയൂർക്കാവ് പ്രതീക്ഷിക്കുന്നത്? എന്താണെങ്കിലും ഞങ്ങൾ ജയിക്കും. 8 വർഷത്തെ മണ്ഡലത്തിലെ പ്രവർത്തന പരിചയം എങ്ങനെ മുതൽക്കൂട്ടാകുമെന്നാണ്? ഇവിടെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും. 8 വർഷത്തെ വികസനങ്ങൾ, ഞാൻ തുടങ്ങിയ വികസനങ്ങൾ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകും. അപ്പുറത്തെ എതിർ സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA ആണ്, അപ്പുറത്ത് അതോടൊപ്പം BJPക്ക് ആ ശ്രീലക മുൻ DGP ആണ്. രാഷ്ട്രീയ എതിരാളികൾ ഏതെങ്കിലും രീതിയിൽ ആശങ്കയുണ്ടോ? ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, വ്യക്തികൾ തമ്മിലല്ല. സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലും തന്നെയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകുന്നതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് വട്ടിയൂർക്കാവ് നിന്ന് K മുരളീധരൻ പറയുന്നത്. കാരണം പ്രചാരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചാരണമൊക്കെ ആരംഭിച്ചതാണ്. വലിയ ആവേശം, റോഡ് ഷോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും വട്ടിയൂർക്കാവ് കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തന്നെയാണ് K മുരളീധരൻ പറയുന്നത്. അനിൽകുമാറിനൊപ്പം അൻഫിലി ഡിസൂസ. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് 5 വർഷം MLA എന്ന രീതിയിൽ പ്രവർത്തിച്ചത് എന്നാണ് KK രമ MLA അമൃത ന്യൂസിനോട് പ്രതികരിച്ചത്. പരമാവധി ഈ ഒരു 5 വർഷവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത്. കിട്ടിയ ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവശ്യമായ അതിൻ്റെ ഫയൽ നീക്കങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ സമയബന്ധിതമായി തീർക്കാൻ നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതാണ്. ഏകദേശം 17 കിലോമീറ്റർ തീരദേശമുള്ള ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം. ആ മണ്ഡലത്തിലേക്ക് ഒരു 18 കോടിയിലധികം രൂപ വടകര മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ആ കടൽഭിത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് അതീവ ശോചനീയമായ അവസ്ഥയാണ് അവിടുത്തെ വീടുകൾ. പലരും വീട് ഒഴിഞ്ഞു പോവുകയാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ആ പ്രദേശവാസികൾക്ക് ഉണ്ടായിരുന്നത്. അതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പിന്നെ മറ്റു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ടൂറിസം മേഖലയിലായാലും റോഡുകൾ, നിരവധി റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിപ്പിക്കാൻ ആവശ്യമായി MLA ഫണ്ട് ഏകദേശവും അതിനുവേണ്ടി തന്നെയാണ് നീക്കിവെച്ചത്. അപ്പം അത്തരം പദ്ധതികൾ നടത്താൻ സാധിച്ചു.
പിന്നെ വടകരയിലൊരു വലിയ സ്വപ്നമായിരുന്നു റവന്യൂ ടവർ എന്നത്. നിരവധി ഓഫീസുകൾ ഉണ്ടായിരുന്നു ആവശ്യം സിവിൽ സ്റ്റേഷനിൽ. പക്ഷേ താലൂക്ക് ഓഫീസ് കത്തിപ്പോയി, അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പം അതിനേക്ക് ആ റവന്യൂ ടവർ നിർമ്മിക്കുക എന്നുള്ളതും ഒരു വലിയ കാലത്തെ സ്വപ്നമായിരുന്നു. അപ്പം അതൊക്കെ ഏകദേശം ഫൈനലിലേക്ക് എത്തിച്ചു. പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മത്സ്യ മാർക്കറ്റ്, ഇവിടുത്തെ മത്സ്യക്കച്ചവടക്കാരുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിപ്പം 6-7 വർഷമായി ആ പദ്ധതി വന്നിട്ട്, പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് TS ആയി ടെൻഡറിലേക്ക് വെച്ചിരിക്കുകയാണ്. ഫാമിലി കോർട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ഫണ്ടും സ്റ്റേറ്റ് ഫണ്ടും കൂടി ചേർന്നതാണ്. പക്ഷേ അതിനും കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് നിന്ന് ഫയൽ നീക്കത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ നീക്കി ആ ഫയൽ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, എണ്ണിയെടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ, പദ്ധതികൾ ഈ വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്ന ഒരു സംതൃപ്തി, സന്തോഷമുണ്ട്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏത് ഇതിലാണോ അതിലിടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു കഠിന പ്രയത്നം ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തി നമ്മളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സംതൃപ്തി എനിക്കുണ്ട്. പാലായിൽ പ്രചാരണം സജീവമാക്കി NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് രംഗത്തുണ്ട്. 2 ദിവസമായി പാലായിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഷോൺ. 20,000-ൽ പരം വോട്ടുകൾക്ക് ജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിൽ പാലയിൽ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്ത് പകരുന്ന പദ്ധതികളാണ് പാലായിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമെന്നും ഷോൺ വ്യക്തമാക്കി. പാലായിലെ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ പാലാ നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അടക്കം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് ഷോൺ ജോർജ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പാലായിൽ 10,000 വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ അടിമത്തം ഇല്ലാത്ത മണ്ഡലമാണ് പാല. കാർഷിക മേഖലയ്ക്ക് കരുത്ത് പകരുന്ന പദ്ധതികളാണ് പാലായ്ക്ക് ആവശ്യം. ഫ്രൂട്ട് വില്ലേജാക്കി മാറ്റാൻ പറ്റിയ സ്ഥലമാണ് പാല ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖല. കാർഷിക വിളകൾക്കായി പാലായിൽ ഓപ്ഷൻ സെന്ററും വിളകളുടെയും പഴങ്ങളുടെയും കയറ്റുമതി ലക്ഷ്യമിട്ട് ഫ്രീസിംഗ് പോയിന്റും സ്ഥാപിക്കും. മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കക്കര, കൂട്ടിക്കൽ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി കോട്ടയം ഈസ്റ്റ് ടൂറിസം സർക്യൂട്ട് കൊണ്ടുവരുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചതായും ഷോൺ പറഞ്ഞു. കോട്ടയം ഈസ്റ്റ് ടൂറിസം സർക്യൂട്ട് മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, കുട്ടിക്കൽ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി 44 കിലോമീറ്ററിനുള്ളിൽ 25 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ഇഴവില പുഞ്ചറയും ഇല്ലിക്കക്കല്ലും മാർമല അരുവിയും കട്ടിക്കയവും കോട്ടത്താവളവും വാഗമണ്ണും കുരിശുമലയും എല്ലാം ഉൾപ്പെടുന്ന മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അതോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേഴ്സണലായിട്ട് അദ്ദേഹം അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിച്ച് ടൂറിസം മേഖലയിൽ വരുമാനവും തൊഴിലും കൊണ്ടുവരുവാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ നിന്നും പാലായിലേക്കുള്ള റോഡ് ദേശീയപാത നിലവാരത്തിൽ നവീകരിക്കപ്പെടണമെന്നും ഷോൺ പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി പാലായിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പാലായിൽ 20,000-ൽ പരം വോട്ടുകൾക്ക് ജയിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷോൺ പറഞ്ഞു. പാലാ അടക്കം നഗരപ്രദേശങ്ങളിലെ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി പഞ്ചായത്തുകൾ തോറുമുള്ള വാഹന പര്യടനം ഉടൻ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. തിരുവല്ല മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തിരുവല്ല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മാത്യു ടി തോമസ് ആണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളത്. മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായി ജനങ്ങൾക്കറിയാമെന്നും അതിന്റെ തുടർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മാത്യു ടി തോമസ് അമൃത ന്യൂസിനോട് പറഞ്ഞു. തിരുവല്ല മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മാത്യു ടി തോമസ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിനോട് തന്നെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കാം. ഇന്ന് റോഡ് ഷോ ആണ്. അത്യാവശ്യം കാണേണ്ടവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര്. മണ്ഡലത്തിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പഴയ പരിചയങ്ങൾ പുതുക്കുവാനും പുതിയ വോട്ടർമാരെ കാണാനും ഞാനിപ്പോൾ തുടർച്ചയായി 20 വർഷമായി MLA ആണ്. ഞാൻ 2006 MLA ആകുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ വോട്ടുണ്ടല്ലോ. അവിടെ പുതിയ വോട്ടർമാരെ പരിചയപ്പെടാനും പുതിയ വോട്ടർമാരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുമാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. പഴയ കാലത്തെ തിരുവല്ല ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇനി മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്ത് എന്നവരുമായി സംവേദിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങൾ, അവരുടെ തുടിപ്പുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ആയിരിക്കത്തില്ലേ ഈ പ്രചരണ പ്രവർത്തനം? തീർച്ചയായും ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 വർഷം ഈ മണ്ഡലത്തിൽ നടന്നു. 25 അധികം പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, തിരുവല്ല ആശുപത്രി ആണെങ്കിലും മല്ലപ്പള്ളി ആശുപത്രിയിലാണെങ്കിലും
റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഒരു 60% റോഡുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാലങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ 2 പുതിയ പാലം, കോവളം പാലവും ബുദ്ധിക്കടവ് പാലവും ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് പാലം പണി ആരംഭിച്ചു. അങ്ങനെ വികസനരംഗത്തൊരു വിസ്ഫോടനം നടന്നൊരു കാലഘട്ടമാണ്. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതീകരണ മേഖലയിലെ പുതിയ സംവിധാനങ്ങൾ, ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ പടിഞ്ഞാറൻ പഞ്ചായത്തുകളൊക്കെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു വലിയ വലിയ നേട്ടമാണ്. ആ നേട്ടങ്ങൾ ജനങ്ങളുടെ അനുഭവമാണ്. നമ്മൾ പറഞ്ഞ് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. ഈ തിരുവല്ല മണ്ഡലത്തിൽ ഇനിയും ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള അടുത്ത ഇതിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത 5 വർഷം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ മാറിയ തലമുറയ്ക്കനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുതിയ പ്രവർത്തനങ്ങളാണ്. നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതാണ് തിരുവല്ലയിൽ ഒരു IT പാർക്ക് വേണം. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം അതിന് നമുക്കൊരു എയർപോർട്ട് ആക്സസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല എയർപോർട്ട് വരുന്ന സാഹചര്യത്തിൽ അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു IT പാർക്ക് എന്ന ആശയം നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. 2006 ആശയം വെച്ചപ്പോൾ വിവരസാങ്കേതിക രംഗത്തെ വിദഗ്ധർ പറഞ്ഞത് എയർപോർട്ട് ആക്സസ് ഇല്ലാതെ IT പാർക്ക് വിജയിക്കില്ല. ഒരിടത്തെ IT പാർക്ക് വിജയിക്കാതിരുന്നതിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. മാത്യു ടി തോമസിന് പറയാനുള്ളതാണ് കേട്ടത്. ബിസിനസ് വാർത്തകൾ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ശരിയാണ്. ശ്രീ കെ ദിലീപ്, നമുക്കറിയാം യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും? നേട്ടത്തിലായിരിക്കുമോ? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. എണ്ണവിലയിലുണ്ടായിട്ടുള്ള വർധനവ് പണപ്പെരുപ്പം കൂട്ടിയേക്കുമെന്നുള്ള ആശങ്കയിൽ US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ വിസമ്മതിച്ചത് വലിയൊരളവിൽ ആഗോള വിപണികളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നലെ US വിപണികളിലും യൂറോപ്യൻ വിപണികളിലും ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 3 ദിവസമായി വിപണിയിലുണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ ഈ ഒരു ഉയർന്ന നിലവാരത്തിൽ ആളുകൾ ലാഭമെടുക്കാനുള്ള ഒരു പ്രവണതയും കാണിച്ചേക്കാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നൊരു സാഹചര്യത്തിൽ എപ്പോഴും ഉയർന്ന നിലവാരത്തിൽ വിപണിയിലുണ്ടാകുന്ന ഓരോ ഉയർച്ചയിലും ഒരുപക്ഷെ നിക്ഷേപകർ വിട്ടുമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ഘടകവും വിപണിയെ സ്വാധീനിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. 23,600 എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരത്തിന് താഴേക്ക് വ്യാപാരം നീങ്ങിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 23,000 എന്നുള്ള നിലവാരത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ബാങ്കിങ് ഓഹരികളിലും ബാങ്കിങ് സൂചികയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും വിപണിയിലെ നീക്കത്തിൽ നിർണായകമാണ്. ഇന്നത്തെ വിപണിയുടെ വിലയിരുത്തലാണ് ദിലീപ് നൽകിയത്. കായിക വാർത്തകൾ നോക്കാം. കരിയറിൽ 900 ഗോൾ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി. ഇന്റർ മയാമി താരമായ മെസ്സി നാഷ്വില്ലയ്ക്കെതിരായ മത്സരത്തിലാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലുമായി 900 ഗോളുകൾ തേക്കുന്ന രണ്ടാമത്തെ താരമായി മെസ്സി മാറി. ബാഴ്സലോണയ്ക്കായി 672 ഗോളുകളും അർജന്റീനയ്ക്കായി 115 ഗോളുകളും PSG-ക്കായി 32 ഗോളുകളും മെസ്സി നേടിയിരുന്നു. താരങ്ങൾക്കുള്ള വാർഷിക കരാർ പുനഃപരിശോധിക്കാൻ BCCI മികച്ച പ്രകടനം നടത്തിയിട്ടും ജസ്പ്രീത് ബുംറയുടെ പ്രതിഫലം കുറഞ്ഞതിനെ തുടർന്നാണ് BCCIയുടെ പുനഃപരിശോധനാ നീക്കം. കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരായിരുന്നു A+ വിഭാഗത്തിലുണ്ടായിരുന്നത്. വർഷം 7 കോടി രൂപയായിരുന്നു ഇവരുടെ വാർഷിക പ്രതിഫലം. 3 ഫോർമാറ്റിലും കളിക്കുന്നവർക്ക് മാത്രമായി A+ ഗ്രേഡ് നിലനിർത്തുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ടാണ് ഈ വിഭാഗം ഒഴിവാക്കാൻ BCCI നേരത്തെ തീരുമാനിച്ചത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.